ഹലോ ഫ്രണ്ട്സ്, വൈകുന്നേരം ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് മട്ട അവലാണ് കേട്ടോ. കുറച്ച് കട്ടിയുള്ള ബ്രൗൺ കളറിലുള്ള അവലാണ് മട്ട അവൽ. നമുക്ക് വെള്ള അവൽ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ഇതിനായിട്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. പിന്നെ മധുരത്തിനായിട്ട് 1/2 കപ്പ് ശർക്കരയും ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 2 ടീസ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു 3-4 ഏലക്കയോ അല്ലെങ്കിൽ കുറച്ച് ജീരകമോ ഒക്കെ പൊടിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഏലക്കയാണ് ചേർത്തിട്ടുള്ളത്. ചെറുപഴമോ അല്ലെങ്കിൽ ഏത്തപ്പഴമൊക്കെ അരിഞ്ഞ് അതിൽ വെറുതെ ഇടാം. ഞാനിവിടെ ചെറുതായിട്ട് നെയ്യിലൊന്ന് വാട്ടിയെടുത്തിട്ടാണ് അതിൽ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ആ നെയ്യിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെയൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ അതിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നെയ്യിൽ ചെറുതായിട്ടൊന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അവലിൽ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. നമ്മൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അതെല്ലായിടത്തും നന്നായിട്ട് യോജിച്ച് വന്ന ആ ശർക്കരയൊക്കെ അതിൽ ചേർന്ന് വരാനായിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്പം തന്നെ കഴിക്കുന്നെങ്കിൽ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നമുക്കത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും അവലൊക്കെ. അപ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഞാനിവിടെ. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇത് നമുക്ക് നല്ല ചൂട് കട്ടൻ്റെ ഒപ്പമൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം കേട്ടോ.